നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നടപ്പാവൂടാ. ഈ നാഗപ്പ തീരുമാനിച്ചാൽ നടത്തിയിരിക്കും. എന്താ നിനക്ക് സംശയമുണ്ടോ? നിനക്ക് അവളെ ഇഷ്ടമാണ്. നിന്റെ ജീവിതത്തിൽ അവൾ കൂടെ ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അതിന് നാട്ടു നടപ്പനുസരിച്ചുള്ള വഴികളൊന്നും തെളിഞ്ഞു വരുന്നില്ല. നീ എന്ത് ചെയ്യും? ചെയ്യാവുന്നത് നല്ല നിലാവത്ത് ആകാശത്ത് നോക്കി പാട്ടും പാടി മലർന്ന് കിടക്കുക. തെറ്റ്. നീ നാഗപ്പയുടെ മോനാ, തിരുട്ടു ഗ്രാമത്തിന്റെ പുത്രനാ. നമ്മളൊന്നും ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരാളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാല കണ്ടു, നമുക്കത് വേണമെന്ന് തോന്നി. അവരറിഞ്ഞു തരുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങെടുക്കും. അത്രയല്ലേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ. പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടു. അവൾ കൂടെ ഇറങ്ങി വരുമെന്നോ അവരുടെ വീട്ടുകാരെ കൈ പിടിച്ച് തരുമെന്നൊക്കെ നീ പ്രതീക്ഷിച്ചു. അത് സംഭവിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ സ്വർണമെടുത്ത അതേ മനസ്സോടെ, അതേ കൈയടക്കത്തോടെ പെണ്ണിനെ എടുക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പനാണപ്പാ അപ്പൻ. ലോകത്തിങ്ങനെ ഒരു അപ്പനെ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവൂല. നിന്റെ ഏത് ആഗ്രഹത്തിനും, എന്ത് കാര്യത്തിനും, എന്ത് കണ്ണം തിരിവിനും നിന്റെ അപ്പൻ കൂടെ ഉണ്ടാവൂടാ. എന്റെ അപ്പ. മതി മതി. ഇന്നിവിടെ ഒരു കല്യാണ ബ്രോക്കർ വന്നിരുന്നു. എന്നിട്ട് അഖിലയുടെ കാര്യം പറഞ്ഞിട്ട് അയാള് വന്നേ. ഞാൻ അയാളോട് ദേവൂട്ടിയുടെ കാര്യം പറഞ്ഞു. ദേവൂട്ടിയുടെ കാര്യം കഴിയാതെ അഖിലയുടെ കാര്യം ആലോചിക്കുന്നത് മര്യാദയല്ലല്ലോ. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? ഇത് അയാളുടെ ജോലിയല്ലേ, അയാള് നോക്കാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ അയാളുടെ കയ്യില് ഏതൊക്കെ കേസുകളുണ്ടെന്ന് പറഞ്ഞു. അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പറയാന്നാ പറഞ്ഞേ. ദേവൂട്ടിക്ക് സംസാരിക്കാനാവില്ലെന്നൊക്കെ നീ അയാളോട് പറഞ്ഞില്ലേ? ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അറിഞ്ഞിട്ടേ വരാവൂ. എന്റെ കുട്ടിയെ ഇനി ആരുടെ മുന്നിലും ഇറക്കി നിർത്തി നാണം കെടുത്താൻ വയ്യ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിയോട് താല്പര്യമുള്ളവരെ മാത്രം കൊണ്ടുവന്നാ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. വേറെയും കാര്യങ്ങളുണ്ട്. ആരെങ്കിലും വന്നിട്ട് എടുപിടി എന്ന് പറഞ്ഞ് കല്യാണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടാലേ നടക്കില്ല. പെട്ടെന്നൊരു കല്യാണം നടത്താനുള്ള അവസ്ഥയിലല്ല ഞാനെന്ന് അറിയാലോ. അവൾക്ക് പറ്റിയ ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ വരട്ടെ, വന്ന് കാണട്ടെ. അതിനുശേഷല്ലേ എപ്പം നടത്തണം, എങ്ങനെ നടത്തണം എന്നൊക്കെ ആലോചിക്കണ്ടേ? അതപ്പ ആലോചിച്ചാ പോരെ? അപ്പോഴായാലും എപ്പോഴായാലും ആലോചിക്കേണ്ടത് നടത്തേണ്ടതും നമ്മൾ തന്നെയല്ലേ. ഇപ്പോഴേ അങ്ങനെ മുടക്ക് വർത്താനൊന്നും പറയാതെ ആരായാലും വരട്ടെ. അവർക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറയട്ടെ. അന്നേരം സാധിച്ചാൽ നടത്താം, സാധിച്ചില്ലെങ്കിൽ ഒഴിവാക്കാം. വരട്ടെ, അപ്പൊ നോക്കാം. രാധിക വരൂ. അന്ന് കണ്ട് സംസാരിച്ചത് പിന്നെ ശ്രീലയുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഉണ്ടായില്ല, വിളിച്ചതുമില്ല. അതുകൊണ്ട് കാര്യങ്ങളൊന്ന് നേരിട്ട് അന്വേഷിക്കാലോന്ന് വിചാരിച്ചിറങ്ങിയതാ. അതിനെന്താ, വരൂ ഇരിക്കും. അന്ന് ശ്രീകല 4 കുട്ടികളുടെ വിവരം അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? അവരെ കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. 4 പേരും ശ്രീകല പറഞ്ഞ മട്ടിലൊക്കെയുള്ള കുട്ടികൾ തന്നെയാ. പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളൂ. അതെ, അതൊക്കെയാണ് ജീവിതം. അഡ്ജസ്റ്റ്മെന്റ് അത് അത്യാവശ്യ. ഈ കുട്ടികളുടെ പാരന്റ്സ് ഒരു ഇന്ററാക്ഷന് തയ്യാറാ. ഇങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങോട്ട്, അതല്ല ശ്രീകലയുമായിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാ. എന്ത് വേണോ ചെയ്യാം. ഇനി അത് രണ്ടുമല്ല, പുറത്തെവിടെയെങ്കിലും റെസ്റ്റോറന്റിലോ മറ്റോ അതും ആകാം. ഇനി ആ പറഞ്ഞ പെൺകുട്ടികളല്ല, വേറെ പെൺകുട്ടികളെ നോക്കണമെങ്കിലും കുട്ടികളുണ്ട്. വരട്ടെ രാധികെ. എനിക്ക്
എനിക്കൊരല്പ സാവകാശം വേണം. ഒന്നാമത്തെ കാര്യം, സന്ദീപ് ഇവിടെയില്ല. ചില പേഴ്സണൽ കാര്യങ്ങളുമായി അവൻ യാത്രയില്ല.